ഇതാണ് നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ പ്ലസ് ബി സ്റ്റാർ സി മൈനസ് ഡി. ഇതുവരെ ഞാൻ ചെയ്ത ഓരോരോ ക്വസ്റ്റ്യനിലും ഓരോ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ഒന്നിൽ ഹയസ്റ്റ് പ്രയോറിറ്റി, ഒന്നിൽ ലോവസ്റ്റ് പ്രയോറിറ്റി, ഒന്നിൽ സെയിം പ്രയോറിറ്റി ബട്ട് ലെഫ്റ്റ് ടു റൈറ്റ്, മറ്റൊന്ന് സെയിം പ്രയോറിറ്റി റൈറ്റ് ടു ലെഫ്റ്റ്. അതുപോലെ ഇതിലും ഒരു ഇത്തിരി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. നമുക്ക് ചെയ്ത് നോക്കാം. ഓപ്പണിംഗ് ബ്രാക്കറ്റ് വന്നു. ഓപ്പണിംഗ് പരാൻതീസ് വന്നു കഴിഞ്ഞാൽ ഞാൻ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യണം. ഞാൻ ചെയ്തു. ഇനി എ വന്നു. എ ഒരു ഓപ്പറൻ്റാണ്. ഓപ്പറൻ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ ഡയറക്റ്റായിട്ട് ഔട്ട്പുട്ടിലേക്ക് കൊണ്ടുപോയിട്ട് എഴുതണം. ഞാൻ എഴുതി. അതിനുശേഷം പ്ലസ് വന്നു. പ്ലസ് ഒരു ഇൻകമിങ് ഓപ്പറേറ്ററാണ്. സ്റ്റാക്ക് എം ടി ആണെങ്കിലും സ്റ്റാക്കിൽ ലാസ്റ്റ് പുഷ് ചെയ്തത് ഒരു ഓപ്പൺ പരാൻതീസ് ആണെങ്കിലും എനിക്ക് എന്ത് ചെയ്യാം, പ്ലസ്സിനെ കൊണ്ടുപോയിട്ട് പ്ലസ് എന്നല്ല ഏത് ഇൻകമിങ് ഓപ്പറേറ്റർ ആണെങ്കിലും പുഷ് ചെയ്യാം. ഞാൻ പുഷ് ചെയ്തു. അടുത്ത ഒരു ഓപ്പണിംഗ് ബ്രാക്കറ്റ് വന്നു. ഓക്കെ, അടുത്ത ഓപ്പണിംഗ് ബ്രാക്കറ്റ് വന്നു. ഓപ്പണിംഗ് ബ്രാക്കറ്റ് അല്ലെങ്കിൽ ഓപ്പൺ പരാൻതീസ് വന്നു. അത് ചെയ്യുന്നതിന് മുന്നേ തൊട്ട് മുകളിലുള്ള എല്ലാ ആൾക്കാരെയും ഞാൻ അതേപോലെ എഴുതി. നമ്മൾ എന്താ പഠിച്ചത്? എപ്പോൾ ഒരു ഓപ്പൺ പരാൻതീസ് കണ്ടു കഴിഞ്ഞാലും അയാളെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യണം എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇതൊരു ഓപ്പണിംഗ് ബ്രാക്കറ്റ് അല്ലേ, അല്ലെങ്കിൽ ഓപ്പണിംഗ് പരാൻതീസ് അല്ലേ, അത് വന്ന് ഞാൻ എന്ത് ചെയ്യണം, സ്റ്റാക്കിലേക്ക് കൊണ്ടുപോയിട്ട് പുഷ് ചെയ്യണം. ഞാൻ ചെയ്തു. ഓക്കെ, അടുത്ത ബി വന്നു. ബി വന്നു കഴിഞ്ഞാൽ ബി ചെയ്യുന്നതിൻ്റെ മുന്നേ തൊട്ട് മുകളിലുള്ള എല്ലാ ആൾക്കാരെയും താഴ്ത്തി എഴുതുന്നു. ഞാൻ എഴുതി. ബി ഒരു ഓപ്പറൻ്റ് ആണ്. ഓപ്പറൻ്റ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്? ഡയറക്റ്റായിട്ട് കൊണ്ടുപോയിട്ട് ഔട്ട്പുട്ടിലേക്ക് എഴുതണം. ഞാൻ ഔട്ട്പുട്ടിലേക്ക് കൊണ്ടുപോയിട്ട് എഴുതി. ഓക്കെ, ഇനി സ്റ്റാർ വന്നു. സ്റ്റാർ വന്നു കഴിഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആവരുത്. ഇവിടെയാണ് കൺഫ്യൂഷൻ വരിക നമുക്ക്. സ്റ്റാർ വന്നു. അപ്പം തൊട്ട് മുകളിലുള്ള എല്ലാ ആൾക്കാരെയും ഞാൻ ആദ്യം താഴ്ത്തി എഴുതുന്നു, എന്നിട്ട് നമുക്ക് പറയാം. ഓക്കെ, സ്റ്റാർ വന്നു. അപ്പോൾ സ്റ്റാർ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഡയറക്റ്റായിട്ട് ഇവിടെ കൊണ്ടുപോയിട്ട് സ്റ്റാറിനെ പുഷ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ എങ്ങനെയാണ് കൺഫ്യൂസ്ഡ് ആവുക എന്നറിയോ? ഇവിടെ സ്റ്റാർ ഉണ്ട്, ഇവിടെ പ്ലസ് അല്ലേ ഉള്ളത്, അപ്പോൾ ഇതിൻ്റെ പ്രയോറിറ്റി ഒന്നും നോക്കണ്ടേ എന്നുള്ള രീതിയിലൊന്നും കൺഫ്യൂസ്ഡ് ആവരുത്. നമ്മൾ എന്ത് മാത്രമേ നോക്കാവൂ? ഒരു ഇൻകമിങ് ഓപ്പറേറ്റർ വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം നോക്കേണ്ടത് സ്റ്റാക്ക് എം ടി ആണോ? സ്റ്റാക്ക്? അല്ല, സ്റ്റാക്ക് എം ടി അല്ല. സ്റ്റാക്ക് എം ടി അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ അടുത്തതായിട്ട് നോക്കേണ്ടത് സ്റ്റാക്കിലേക്ക് ലാസ്റ്റ് പുഷ് ചെയ്തിട്ടുള്ളത് ഒരു ഓപ്പണിംഗ് ബ്രാക്കറ്റ് ആണോ, ഓപ്പൺ പരാൻതീസിസ് ആണോ എന്ന് നോക്കണം. ഒരു ഓപ്പണിംഗ് പരാൻതീസിനെ അല്ലേ ഞാൻ ലാസ്റ്റ് പുഷ് ചെയ്തിട്ടുള്ളത്? ആണ്. അപ്പം ഞാൻ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റായിട്ട് എനിക്ക് എന്ത് ചെയ്യാം, സ്റ്റാറിനെ പുഷ് ചെയ്യാം. ഞാൻ ചെയ്തു. ഇനി സി വന്നു. തൊട്ട് മുകളിലുള്ള എല്ലാ ആളുകളെയും ഞാൻ താഴ്ത്തി എഴുതുകയാണ്. എ ബി. സി ഒരു ഓപ്പറൻ്റ് ആണേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഡയറക്റ്റായിട്ട് കൊണ്ടുപോയിട്ട് ഔട്ട്പുട്ടിലേക്ക് കൊണ്ടുപോയിട്ട് എഴുതണം. ഞാൻ എഴുതി. ഓക്കെ, ഇനി അടുത്തത് ക്ലോസിംഗ് പരാൻതീസ് വന്നു. ക്ലോസിംഗ് പരാൻതീസ് വന്ന് എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്? എപ്പോഴാണോ ആദ്യത്തെ ഓപ്പണിംഗ് പരാൻതീസിനെ കാണുന്നത് അതുവരെയുള്ള, ആദ്യത്തത് മീൻസ് ആദ്യം സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്ത ഓപ്പണിംഗ് പരാൻതീസിസ് എന്നുള്ളതല്ലേ മീനിങ്? ഇങ്ങോട്ടുനിന്ന് വരുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് നമ്മൾ പോപ്പ് ചെയ്ത് വരിക. അങ്ങനെ വരുന്ന സമയത്തുള്ള ആദ്യത്തെ ഓപ്പണിംഗ് പരാൻതീസിനെ കാണുന്നത് വരെയുള്ള എല്ലാറ്റിനെയും 1 by 1 ആയിട്ട് പോപ്പ് ചെയ്ത് ഔട്ട്പുട്ടിലേക്ക് കൊണ്ടുപോയിട്ട് എഴുതണം. അപ്പോൾ ഔട്ട്പുട്ടിൽ ഓൾറെഡി ഉള്ളത് ABC ആണ്. സ്റ്റാറിന് ഞാൻ പോപ്പ് ചെയ്തു. ഞാനിവിടെ ഔട്ട്പുട്ടിലേക്ക് കൊണ്ടുപോയിട്ട് എഴുതി. ഓക്കെ, ഒരു ക്ലോസിംഗ് പരാൻതീസിന് കറസ്പോണ്ടിങ് ഒരു ഓപ്പണിംഗ് പരാൻതീസ് കിട്ടി. സോ ഞാൻ താഴ്ത്തി എഴുതുന്ന സമയത്ത് എന്തിന് എഴുതേണ്ട ആവശ്യമില്ല? ഈ ഒരു ഓപ്പണിംഗ് പരാൻതീസിന് എഴുതേണ്ട ആവശ്യമില്ല. ഇത് അയാളുടെ പേർ എന്നുള്ള രീതിയിൽ ഇയാൾ വന്നപ്പോൾ അതങ്ങ് പോയി എന്നുള്ള മീനിങ്ങിലേക്ക് എടുക്കുക. ഓക്കെ, ഇനി അടുത്ത ആര് വന്നു? എൻ്റെ മൈനസ് അപ്പോൾ മൈനസ് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം? ഇപ്പം നോക്കി, സ്റ്റാക്ക് എം ടി ആണോ? അല്ല. സ്റ്റാക്കിൽ ലാസ്റ്റ് പുഷ് ചെയ്തിട്ടുള്ള ഒരു ഓപ്പണിംഗ് പരാൻതീസ് ആണോ? അല്ല. അങ്ങനെയാണെങ്കിൽ ഏത് ഓപ്പറേറ്റർ ആണുള്ളതെന്ന് നോക്ക്. മൈനസ് പ്ലസ് ആണുള്ളത്. അപ്പോൾ മൈനസിനേക്കാൾ വലുതാണോ പ്ലസ്? അല്ല. മൈനസിനേക്കാൾ ചെറുതാണോ പ്ലസ്? അല്ല. മൈനസിനും പ്ലസിനും സെയിം പ്രയോറിറ്റിയാണുള്ളത്. അപ്പോൾ സെയിം പ്രയോറിറ്റി വന്നു കഴിഞ്ഞാൽ എന്ത് നോക്കണം എന്നാണ് പറഞ്ഞത്? ലെഫ്റ്റ് ടു റൈറ്റ് ആണോ റൈറ്റ് ടു ലെഫ്റ്റ് ആണോ നോക്കണം. ഇയാൾ ലെഫ്റ്റ് ടു റൈറ്റ് അല്ലേ? ലെഫ്റ്റ് ടു റൈറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റാക്കിൽ ആരാണോ ഉള്ളത് അയാളെ പോപ്പ് ചെയ്യുക. അയാളെ പോപ്പ് ചെയ്തിട്ട് ഔട്ട്പുട്ടിലേക്ക് കൊണ്ടുപോയിട്ട് എഴുതുക. അതിനുശേഷം വന്ന ആളെ പുഷ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മൾ ചെയ്തു. അടുത്തത് ആര് വന്നു? ഡി വന്നു. അപ്പോൾ ഇവിടെയുള്ള എല്ലാ ആളുകളെയും ഞാൻ താഴ്ത്തി എഴുതുകയാണ്. ABC സ്റ്റാർ പ്ലസ് ഡി വന്നു. ഡി ഒരു ഇൻകമിങ് ഓപ്പറൻ്റ് അല്ലേ?
ഓപ്പറൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഡയറക്റ്റ് ആയിട്ട് കൊണ്ടുപോയിട്ട് ഔട്ട്പുട്ടിലേക്ക് കൊണ്ടുപോയിട്ട് എഴുതണം. എഴുതി. ഇനി ക്ലോസിങ് ബ്രാക്കറ്റ് വന്നു, ക്ലോസിങ് പരാന്തീസ് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം, എപ്പോഴാണോ ഓപ്പണിംഗ് പരാന്തീസ് കാണുന്നത് അതുവരെയുള്ള എല്ലാറ്റിനെയും പോപ്പ് ചെയ്തിട്ട് ഔട്ട്പുട്ടിലേക്ക് കൊണ്ടുപോയിട്ട് എഴുതണം. ഇവിടെ ആര് മാത്രമേ ഉള്ളൂ, ഒരു മൈനസ് മാത്രമേ ഉള്ളൂ. സോ ABC*+D എന്നുള്ളത് ഓൾറെഡി ഔട്ട്പുട്ടിലുണ്ടായിരുന്നു. ഞാൻ മൈനസിനെ എന്ത് ചെയ്തു, പോപ്പ് ചെയ്ത് ഔട്ട്പുട്ടിലേക്ക് കൊണ്ടുപോയിട്ട് എഴുതി. ഇതാണ് എൻ്റെ ആൻസർ. കുറച്ച് വലുതാണ്, പക്ഷേ ഇവിടെ ഞാൻ എന്താ ട്രൈ ചെയ്യാൻ ശ്രമിച്ചതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നിൽ കൂടുതൽ ഓപ്പണിംഗ് പരാന്തീസും ഒന്നിൽ കൂടുതൽ ക്ലോസ്ഡ് പരാന്തീസും ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ എക്സാമ്പിൾ ചെയ്തത്.